ഹായ് ഫ്രണ്ട്സ്, SVS ടെക്കറിലേക്ക് സ്വാഗതം. ഞാൻ വിനോജ്. അപ്പോൾ കുറേ നാളായി നമ്മളെ ടെക്നിക്കൽ വീഡിയോസെല്ലാം വന്നിട്ട് വേറെ ഒന്നുമല്ല, നമ്മളെ നാടൻപാട്ടിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസ് അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് തിരക്കാണ്. അപ്പോൾ നാടൻപാട്ടിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും ഞങ്ങളുടെ ചാനലിൽ കൂടി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ടെക്നിക്കൽ വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ പലരുടെയും കയ്യിൽ ഇതേപോലത്തെ പഴയ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് എങ്ങനെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. വെറും 20 റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നാട്ടിലൊരു 400 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് 20 റംസ് ഇങ്ങനൊരു USB 2/3 ടു സാട്ട എന്നുള്ളൊരു കൺവെർട്ടർ കേസ് കിട്ടും. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ടുള്ള കേസ് തന്നെ കിട്ടും. അപ്പോൾ 20 റംസിന് നമുക്ക് നമ്മളെ ഈ പഴയ ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾ ഒരു റെഡിമെയ്ഡ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കാൻ പോകുന്നത് തന്നെ 100-200 രൂപയാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു 20 റംസിൻ്റെ കേസ് വാങ്ങിക്കുക. നിങ്ങൾക്ക് വേണ്ട ഏതാണോ സട്ടാണോ SSD ആണോ ഹാർഡ് ഡിസ്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 1 TB ഹാർഡ് ഡിസ്കിനെല്ലാം 350 രൂപയൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് തുറന്ന് കാണിച്ചത് എന്താണ് സാധനം തുറന്ന് കാണിച്ചത് നമ്മളുടെ ഇങ്ങനെ ഒരു കേസാണ് വരുന്നത്. ഈ കേസ് ഇങ്ങനെ വരുന്നുണ്ട്. അത് നമ്മളെ ക്യാമറ എടുക്കുന്നത് ഉണ്ണിക്കുട്ടനാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്യാമറ എടുക്കുമ്പോൾ ഇപ്പോൾ കറക്റ്റ് ആവുന്നുണ്ടാവില്ല. ഇങ്ങനെ ഒരു കേസാണ്. എന്താ empty ആയിട്ടുള്ള കേസ് വരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ അകത്തൊരു USB 3 കേബിൾ ഉണ്ട്. അതിൻ്റെ ഒരു കവറും കൂടി ഉണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം ഇത്രയും സാധനങ്ങളുള്ളത് 20 ദിറംസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കേസ് കിട്ടും, ഒരു കേബിൾ കിട്ടും, അതിൻ്റെ ഒരു കവർ, അതിൻ്റെ പോച്ച്. പിന്നെ അതിൻ്റെ അകത്താണ് ഈ പറഞ്ഞ തുറന്ന് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ബോർഡും കൂടി ഉണ്ട്. ഈ ബോർഡിൽ നമ്മളുടെ പഴയ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് SSD ഹാർഡ് ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനിത് കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് അഴിച്ച ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് തള്ളിക്കിട്ടാം. നമുക്ക് നമ്മൾ ഒരു സൈഡിൽ കൂടെ ഇത് കയറുള്ളൂ കേട്ടോ. അതിൻ്റെ കണക്ഷൻ കണ്ടോ, ഇങ്ങനെ വയ്ക്കാം. വെച്ച് കൊടുത്തു. നമ്മളുടെ ഹാർഡ് ഡിസ്ക് കേസ് ഇടാം. തിരിച്ചു വെച്ചിട്ട് കേസ് ഇടാം. നമ്മളുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് റെഡിയായി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട, അടുത്തത് ഈ കേബിൾ ഊരാം. ഈ കേബിൾ അഴിക്കുക. ഇതേ ഡയറക്ഷനിൽ അങ്ങോട്ട് ഇത് കണക്ട് ചെയ്യുക. നമ്മളുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് റെഡിയായി. അപ്പോൾ നമ്മളെ ഹാർഡ് ഡിസ്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാപ്ടോപ്പിലായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്തതിന് അവിടെ നമുക്ക് മ്യൂസിക് സൗണ്ട് വന്നിട്ടുണ്ട് കണക്ട് ആയെന്നുള്ളത്. ഇനി നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ പോയിട്ട് നോക്കുമ്പോൾ ഇവിടെ H ഡ്രൈവ് കാണിക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ മൊബൈലിൽ കണ്ടോ. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഇതേപോലെ എക്സ്റ്റേണൽ ഡ്രൈവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പലർക്കും ഇത് അറിയാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. പല പ്രാവശ്യം ഞാൻ വിചാരിക്കാതെ കാണിക്കണമെന്ന്. എന്നാലും നിങ്ങൾക്കിത് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.